പീറ്റർ അയാളുടെ കൺതടങ്ങളിൽ പരുത്തിത്തുണിയുടെ ചതുരക്കീറ് പതിച്ചു വെച്ചു. അതിനുശേഷം കറുത്ത ശീല കൊണ്ട് കണ്ണുകൾ മുറുക്കി കെട്ടിയിട്ട് പറഞ്ഞു, ഇപ്പോൾ നീയും ഞാനും സമന്മാരായിരിക്കുന്നു. ആദ്യം എല്ലാ ശബ്ദങ്ങളെയും സ്വീകരിക്കാനാണ് പീറ്റർ നിർദ്ദേശം കൊടുത്തത്. മരങ്ങൾ ഉരയുന്ന ശബ്ദം അയാളുടെ കാതിൽ പതിഞ്ഞു. കെട്ടിയിട്ട കുതിരകളുടെ ചിനപ്പിൽ നിന്ന് നൂറ്റാണ്ട് യുദ്ധത്തിന്റെ കാഹളം കേട്ടു. മലഞ്ചെരുവിൽ താവളമിട്ട കാലാൾ പട്ടാളത്തിന്റെ തുണിക്കൂടാരത്തിലിരുന്ന് അപ്പൻ കീറ്റുകത്തിരാകുന്നതിന്റെ ശബ്ദം അയാളുടെ ചെവിക്കല്ലിൽ നിറഞ്ഞു. യുദ്ധപ്പറമ്പിൽ ജനിച്ചു വീണ കുഞ്ഞിനെ പോലെ മത്തിയാസിന്റെ ചെവികൾ കരയാൻ തുടങ്ങി. മോസൽ നദിക്കക്കരെയുള്ള തുണിമില്ലിന്റെ ചൂളം വിളിയിൽ ചുറ്റുമുള്ള വസ്തുക്കളിൽ അയാൾ വിരലോടിച്ചു. റൈൻ നദിയിൽ നീരാടാനിറങ്ങിയ ആവിത്തോണികളുടെ മുരൾച്ചയ്ക്ക് മീതെ മത്തിയാസ് കീറ്റുപുരയ്ക്കുള്ളിലൂടെ ദിശ തെറ്റി നടന്നു. ഭാര്യയുടെ ശകാരങ്ങളിൽപ്പെട്ട് നിലത്ത് വീണുടഞ്ഞ കുതിരത്തലയൊട്ടിയുടെ ശബ്ദം തിരക്കി അയാൾ കുന്നുകൾ കയറിയിറങ്ങി. തുടയിൽ കത്തികയറ്റിയ നിയമക്കൂറ്റുകാരന്റെ കുപ്പായത്തിലെ ലോഹക്കുടുക്കിന്റെ കിലുക്കം അയാളിൽ വേദനയുണ്ടാക്കി. ഈ നോവലിൽ ഒരുപാട് ഭാഗങ്ങളിൽ ഈ കീറ്റു വൈദ്യത്തിന്റെ വിശദീകരണങ്ങളുണ്ട്. അത് വളരെ സൂക്ഷ്മമായിട്ട് അത് വിശദീകരിക്കുമ്പോൾ തന്നെ അതൊട്ടും ഒരു മെഡിക്കൽ റെക്കോർഡ് പോലെയല്ല. വളരെ രൂപകാത്മകമായിട്ട് വളരെ ഇമേജറികൾ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒക്കെയാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പരിചിതമില്ലാത്തൊരു മേഖല കൂടിയാണിത്. അപ്പോൾ ആ ക്രിയകളൊക്കെ ഒരുപക്ഷെ നമ്മൾ വായിച്ചറിഞ്ഞതാവാം, അല്ലെങ്കിൽ അന്വേഷിച്ചറിഞ്ഞതാവാം. അത് എഴുതുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചായിരുന്നില്ലേ? തീർച്ചയായിട്ടും. അതൊരു ഭാഷയിലുള്ള ഒരു 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 പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ശസ്ത്രക്രിയ എന്ന് നമ്മൾ വിളിക്കുക സർജറി, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മലയാളം വാക്ക് ശസ്ത്രക്രിയ എന്നാണല്ലോ അല്ലേ? ശസ്ത്രക്രിയയാണ് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. എനിക്കൊന്ന് അത് ഫോമലായിട്ട് ഉപയോഗിക്കുന്നത്, അതിന് വേറൊരു നാട്ടുമൊഴി ഇല്ല ശസ്ത്രക്രിയക്ക് ഒരു മൊഴി. ഞാൻ ഈ നോവലിനകത്ത് ആദ്യം ശസ്ത്രക്രിയ എന്നാണ് എഴുതിയിരുന്നത്. അതിനുശേഷമാണ് കീറ്റു വിദ്യ എന്നുള്ള വാക്ക് പിന്നീടാണ് വരുന്നത്. ഓക്കെ, ആദ്യത്തെ ഡ്രാഫ്റ്റിൽ ശസ്ത്രക്രിയ എന്ന് എഴുതി. പക്ഷെ ഈ ശസ്ത്രക്രിയ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? ഒന്ന് വേറെ തരം ഒരു സംസ്കൃത ചിത്തമായ വാക്കാണ്. അത് കുഴപ്പമായിട്ടല്ല ഞാൻ പറഞ്ഞത്. ആ വാക്ക് നിങ്ങൾക്ക് തരുന്ന ഭൂപടം വേറെയാണ്. ആ വാക്കിന്റെ ഭാവം നിങ്ങളിൽ മറ്റു ചില ഓർമ്മകൾ ഉണ്ടാക്കുന്നു. വേറെ ഇന്ത്യയുടെ എന്തോ ചരിത്രം പോലെയൊക്കെ തോന്നും. അതൊരിക്കലും തോന്നരുത്, ഇത് ഇന്ത്യയിൽ നടക്കുന്നതാണ് എന്നൊരിക്കലും തോന്നരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വാക്ക് എടുത്ത് കളയുകയും പുതിയൊരു വാക്ക് കണ്ടുപിടിക്കുകയും ചെയ്തതാണ്. കീറ്റ് വിദ്യ എന്നൊരു വാക്കില്ല, മലയാളത്തിൽ ഇല്ലാത്ത വാക്കാണ്. കീറുക എന്നുള്ളതിന് കീറ്റുക എന്ന് ശബ്ദധാരാവളി പറയുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ കീറ്റ് വൈദ്യം എന്നുള്ളൊരു വാക്കില്ല. ഇതിനകത്ത് കീറ്റ് തടി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, കീറ്റ് വൈദ്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, കീറ്റ് വൈദ്യൻ, അതുപോലെ കീറ്റ് കത്തി, കീറ്റ് പെട്ടി, അങ്ങനെ അതിന് നമ്മളൊരു പുതിയ വാക്കുണ്ടാക്കിയതാണ്. ആ വാക്കിന്റെ ഭാവമണ്ഡലം പുതിയ വാക്കുമാണ് എന്നാൽ നമുക്ക് പരിചയം തോന്നുകയും ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു 19-ാം നൂറ്റാണ്ടിനെ ഓർമ്മിപ്പിക്കുന്നതോ അല്ല എന്തോ ഇത് പണ്ടങ്ങോ നടന്നതാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന മട്ടിലുള്ള വാക്കുകളാണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത്. പല വാക്കുകളും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഭാഷയിലൂടെ ഇപ്പം ഉദാഹരണത്തിന് ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഈ കീറ്റ് വിദ്യ ചെയ്യുന്ന ഘട്ടങ്ങളുണ്ട്. മത്തിയാസ് ഏകദേശം 3ഓളം സർജറികൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇപ്പം ഈ തിമിരക്രിയ ചെയ്യുന്ന കാറ്ററാക്ട് സർജറി ചെയ്യുന്ന സമയത്ത് ഈ പണ്ട് കാലത്ത് അവർ പറയും ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന സൂചി എന്നൊക്കെ പറയാം എന്ന് ഈ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് അതിനകത്ത് ഒക്കെ. അപ്പം വളഞ്ഞിരിക്കുന്ന സൂചി, വില്ലിൻ്റെ ആകൃതിയിലുള്ള സൂചി, അത് മറ്റേ ബോ എന്നല്ലേ പറയാം, ബോ ഷേപ്ഡ്, അങ്ങനെയൊക്കെ ഇൻസ്ട്രുമെൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ മറ്റ് പലതിൻ്റെ ആകൃതിയുമായി ബന്ധപ്പെടുത്തി ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് തത്തുല്യമായ വാക്കുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. വില്ല് കത്തി, നമ്മൾ വില്ല് കത്തി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ ഈജിപ്തിൽ പോയാൽ അവിടെ ഉണ്ടായ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ സ്വഭാവമല്ല ഇന്ത്യയിലുണ്ടായത്. അതായത് എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ടായിട്ടുണ്ട്. അല്ല ഞാനാണ് എല്ലാത്തിൻ്റെ അച്ഛൻ എന്ന് നമുക്ക് പറയാനൊരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളാണ് വിമാനം കണ്ടുപിടിച്ചത്, നമ്മളാണ് അല്ല, അതിന് മുമ്പും പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ഈ ഒരു വിഷയത്തെ ഒരേ രീതിയിൽ സമീപിച്ചത് കൊണ്ടാവാം അവിടെ എല്ലാം ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഉണ്ടായത്. അല്ലാതെ സുശ്രുതനാണ് ഇത് കണ്ടുപിടിച്ചത് എന്നുള്ള ഒരു തന്ത വൈബ് നമുക്ക് വെക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. അത് നമുക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ടോ ഒക്കെ പറയുന്നതാവാം. അപ്പോൾ എന്തായാലും
ഈ ഒരു പലതരത്തിലുള്ള ഉപകരണങ്ങൾ അക്കാലത്ത് ഉപയോഗിച്ചിരുന്നതിൽ അതിൻ്റെ ആകൃതിയിൽ നിന്നാണ് പല പേരുകളും ഉണ്ടായത്. മനക്കെടുതി എന്നൊരു വാക്കിനകത്തുണ്ട്, ഉള്ളുനുറുക്കം എന്നൊരു വാക്കിനകത്തുണ്ട്. അങ്ങനെ അത് പിന്നെ ഒരു വ്യക്തി, ഇപ്പോൾ ഒരു മത്യാസിനൊരു പ്രായമുണ്ട്, അയാളുടെ പ്രായത്തിൽ ആ വ്യക്തി അനുഭവിക്കുന്ന മാനസിക ഭാവങ്ങളെ അക്കാലത്ത് എങ്ങനെ ധ്വനിപ്പിച്ചിരുന്നു എന്നുള്ള അന്വേഷണത്തിൽ നിന്നാണ് അത്തരം വാക്കുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം പലരും പറയുന്നത് ഈ വാക്ക്, ഇതിനെ വായിച്ചൊരു വായനക്കാരി എന്നെ വിളിച്ചു പറഞ്ഞത്, ഈ വാക്കിൻ്റെ അർത്ഥം എനിക്കറിയില്ല, പക്ഷേ എനിക്കിത് മനസ്സിലായി എന്നുള്ളതാണ്. അത് 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 അതങ്ങനെ കാരണം ഈ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് നമ്മുടെ സുഹൃത്ത് പറഞ്ഞു, നീ എന്തായാലും ഇതിന് ഒരു ഗ്ലോസറി കൊടുക്കണം എന്ന് പറഞ്ഞാൽ. അത് ഞാൻ മനഃപൂർവ്വം കൊടുക്കാത്തതാണ്. കാരണം അതങ്ങനെ ആദ്യം പോട്ടെ, ഇനിയിപ്പം മനസ്സിലായില്ല എന്നൊരു ഇത് വരികയാണെങ്കിൽ അടുത്ത എഡിഷനിൽ വേണമെങ്കിൽ ഗ്ലോസറി കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ചതാണ്. പിന്നെ ചരിത്ര സൂചനകളോ ചരിത്ര സംഭവങ്ങളോ ഒന്നും ഫുട് നോട്ടായിട്ട് കൊടുക്കണ്ട എന്ന് ആദ്യം തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു. ഇത് വായിച്ച് നിങ്ങൾ മനസ്സിലാകുന്നു, നിങ്ങൾക്ക് മനസ്സിലായതേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ തന്നെ ഉള്ള ഈ പദച്ചേർപ്പുകള്, ചില പുതിയ വാക്കുകളുടെ കണ്ടെത്തലുകൾ, ഇതൊക്കെ ശരിക്കും കവികൾ ചെയ്യുന്ന പരിപാടികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഭാഷയിൽ എപ്പോഴും. എന്നാൽ കവിത എഴുതുന്ന ഒരു ഭാഷയിലല്ല നോവൽ എഴുതിയിട്ടുള്ളത്, തിരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഭാഷയാണ്, അതിൻ്റെ ഒരു ആഖ്യാനം വ്യത്യസ്തമാണ്. എന്നാൽ സമകാലിക മലയാള നോവലുകളുടെ ഒരു വാചാലതയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പുസ്തകമായിട്ട് കൂടിയാണ് എനിക്ക് മത്യാസിനെ തോന്നിയത്. ഒരു ചെറുകഥയുടെ ഒതുക്കം നോവലിനൊട്ടാകെ അതിൻ്റെ ഓരോ അധ്യായങ്ങൾക്കും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ദീർഘകാലം കവിതയിൽ പണിയെടുത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് പിന്നീട് കുറെ കൂടെ ഒരു ലാർജർ ഫോമിലേക്ക് എഴുത്തിനെ കൊണ്ടുവരുമ്പോൾ അത് എളുപ്പം ആയിരുന്നോ, അതോ കുറച്ചധികം ഈ കവിതയുടെ ഭാഷയിൽ നിന്ന്, ഭാവുകത്വത്തിൽ നിന്ന് വിട്ടുപോരാനുള്ളൊരു പ്രയാസമുണ്ടായിരുന്നോ? അതെങ്ങനെയാണ് അത് പ്രവർത്തിച്ചത്? നമ്മൾ കവിത എഴുതുന്ന ആൾക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കവിത എല്ലാവർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. കവിത എല്ലാവർക്കും മനസ്സിലാവുന്നില്ല, വായനക്കാർ കുറവാണ്, പുസ്തകം വളരെ കുറച്ച് വിൽക്കുന്നുള്ളൂ എന്നുള്ള ദുഃഖം എല്ലാ കവികൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അപ്പം ആ നിരാശ, അസ്വസ്ഥത ഇത് നമുക്കുണ്ട്. ഇത് നോവൽ എഴുതി പരിഹരിക്കാനൊന്നും പറ്റില്ല കേട്ടോ, അങ്ങനെ നമ്മൾ ധരിക്കുകയും വേണ്ട. കാരണം നമ്മൾ കവി ആയതുകൊണ്ട് ഈ ദുഃഖം തുടരും. നമുക്കിപ്പോൾ 1 കോടി രൂപ എടുത്ത് മേശപ്പുറത്ത് വെച്ചാൽ തീരാവുന്ന ദുഃഖമല്ല ഒരു കവിയുടെ, കവിതയാണ് എഴുതുന്നതെങ്കിൽ. ഓക്കെ, കാരണം നമ്മൾ വളരെ വളരെ വിചിത്രമായ ഒരു ഫോമിനകത്താണ് നിങ്ങൾ ആ പണിയെടുക്കുന്നത് എന്നുള്ള വല്ല കാര്യമുണ്ടോ? നീലാരണ്യ നിജോളം നിവേഷ്ടിത നീഹാരാദ്ര മഹാദ്രികളിൽ എന്ന് ആ ഒരു പ്രത്യേക ഭാവത്തെ അവതരിപ്പിക്കാൻ അങ്ങനെ കഴിയേണ്ട ഒരു കാര്യവുമില്ല. ആരണ്യന്തര ഗഹുരോദര തപസ്ഥാനങ്ങളിൽ ഇങ്ങനെയൊക്കെ എന്തിനാ എഴുതുന്നത്? എന്ത് കാര്യത്തിന്? നേരെ ചൊവ്വേ കാര്യം പറഞ്ഞുകൂടെ? വാരി തിന്ന് ശീലിച്ചത് കൊണ്ട് ആദ്യം തന്നെ കത്തിയും മുള്ളും ഞാൻ അകത്താക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, അത്ര സിമ്പിൾ ആണെങ്കിലും. ഞാൻ പറഞ്ഞത് ഗദ്യവും പദ്യവും അത് കെട്ടുമ്പോൾ രൂപപ്പെടുന്ന ഭാഷയുടെ മറ്റൊരു ഭാഷ അവിടുന്ന് വക്രീകരിക്കപ്പെടുകയോ, വക്രീകരിക്കുക എന്നുള്ള വാക്ക് എനിക്കറിയത്തില്ല ശരിയാണെന്ന്, അല്ലെങ്കിൽ ഭാഷയെ ഒന്ന് ട്വിസ്റ്റ്, അതുവരെ കണ്ട ഭാഷയിലല്ല നിങ്ങളത് ചെയ്യുന്നത്. ഓരോ കവിയും, മരത്തെക്കുറിച്ച് 10,000 കവിതയുണ്ടെങ്കിലും 10,000 കവിതയും വേറെ വേറെ ആയിരിക്കും. മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് മാത്രമേ നമുക്ക് നോമൻക്ലേച്ചറിനോട് ഒരു ട്രീയെ നമുക്ക് നെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ കഴിഞ്ഞു. മാഞ്ചിഫെറ ഇൻഡിക്ക എല്ലാവർക്കും മനസ്സിലാവും ഇല്ല. ബട്ട് കല അല്ലെങ്കിൽ കവിത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റീവിസിറ്റ്. പിന്നെയും എനിക്ക് മതിയായില്ല, എനിക്ക് ഈ മാവിനെ പിന്നെ എഴുതണം, മാവിനെ ഇങ്ങനെ നിരന്തരം മാവിനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ വേറെ വേറെ ഭാഷയിൽ വേറെ വേറെ ഫോർമേഷൻസ്. ഇത് പിന്നെ ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കും, ഇത് എന്താണ് ഇതിൻ്റെ വ്യത്യാസം? ഈ കവിത എന്തുകൊണ്ട് മനുഷ്യന് മനസ്സിലാവുന്നില്ല? ഞാൻ വിചാരിച്ചു ഇനി ഇത് ലളിതമായി കഴിഞ്ഞാൽ മനസ്സിലാകുമോ? അങ്ങനൊരു വളരെ വലിയ ഗഹനമായ തത്വചിന്ത പറയുന്ന കവിതയാണോ? ഇന്നലെ മാവിൻ തണൽ തൂത്തുവെടിപ്പാക്കി, കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു, ഇന്നത് തൂക്കാൻ മറന്നു, ഇപ്പോൾ അത് ഇന്നലത്തേക്കാൾ ഭംഗിയായിരിക്കുന്നു. ഇത് ഞാൻ ഒരു കോളേജിൽ പോയി ചൊല്ലി. അപ്പോൾ ആൾക്കാർ അതിനിപ്പോൾ എന്താ എന്ന മട്ടിലാണ്ടിരിക്കുന്നു അല്ലേ? അപ്പം ഇത് നമുക്ക് ഏറ്റവും ലളിതമാണ് എന്ന് കവികൾക്ക് തോന്നുന്ന, അല്ലെ കാവ്യാസ്വാദകർക്ക് തോന്നുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും
അത് കൺവേ ചെയ്യണമെന്നില്ല. അപ്പോൾ അതിനകത്തുള്ള ഐറണി, അതിനകത്തുള്ള വേറെ എന്തൊക്കെയോ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട് ആശയ രൂപീകരണത്തിൽ. അതാണ് ഇത്. പക്ഷേ ഈ നോവലും കവിതയും ഞാൻ മനസ്സിലാക്കുന്നതിന് ഈ കവിത എന്ന് പറഞ്ഞൊരു നോൺ ഹ്യൂമൻ ഫിനോമിനനാണ്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാവാത്തത്. അതൊന്നുകൂടെ വിശദമായിട്ട് പറയാം. ഈ എൻ്റെ ഒരു മനസ്സിലാക്കലാണ് ഈ കവിത എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വരികൾ തന്നെ നോക്കുക. നീലാരണ്യ നിജോള നിവേഷ്ടിത നീഹാരാർദ്ര മഹാദ്രികളിൽ കാല്യലസജ്ജല കന്യക കനക കതിരുകൾ കൊണ്ടൊരു കണിവയ്ക്ക്. ഇത് ചങ്ങമ്പുഴ എഴുതിയ വരികളാണ്. നോക്കൂ, മനുഷ്യൻ കടന്നു വന്നിട്ടില്ല. ഇയാളി മല, പുഴ, കാട്, മണ്ണ്, പിന്നെ കാറ്റ്, വെയിൽ, ഇങ്ങനെ പോവാണ്. ഇത് കിലോമീറ്ററോളം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 1 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു മനുഷ്യൻ വന്നാലായി. റൈറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യനേക്കാൾ കൂടുതലാണ് മനുഷ്യേതരമായ കാര്യങ്ങൾ കവിതയിൽ, രൂപകങ്ങളിലൂടെ, അലങ്കാരങ്ങളിലൂടെ. നിങ്ങൾ മനുഷ്യനെ കുറിച്ച് പറയുന്ന കഥ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കുറിച്ചുള്ളതാണ്. മനസ്സിലായി? പക്ഷെ ഹിറ്റാകുന്ന കവിതകളുണ്ട്. ഇപ്പൊ പ്രണയം, അത് മനുഷ്യൻ തമ്മിലുള്ളത് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. എന്നിട്ടും പറയും നീ ഇന്നെ കണ്ട ഒരു റോസാപ്പൂ പോലാണെന്ന്. അവിടെ നമ്മൾ പറയും. അല്ലാതെ നിന്നെ കണ്ടാൽ അപ്പുറത്തെ രശ്മിയെ പോലെയാണ് എന്ന് നമ്മൾ ഒരിക്കലും കവിതയിൽ പറയില്ലല്ലോ. മനുഷ്യനോട് ഉപമിക്കാത്ത ഒരു 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 ഫോമാണ് കവിത എന്ന് പറയുന്നത്. ഒരിക്കലും മനുഷ്യനോട് ഉപമിക്കാൻ കഴിയില്ല കവിതയിൽ. അല്ലെങ്കിലും അത് തരുന്ന അർത്ഥം മറ്റൊന്നാകുമല്ലോ. വേറെ തരത്തിൽ മനുഷ്യനെ നീ പാറയാണെന്ന് പറയും, നീ ചെമ്പരത്തി പൂവാണെന്ന് പറയും. പോലെ ഉപമ, രൂപകം, അലങ്കാരം. ഉപമ, രൂപം, ഏത് കവിതയും നിങ്ങൾ എടുത്തു. നിങ്ങൾ എന്ത് വ്യത്യസ്തതയ്ക്ക് വേണ്ടി കവിത എഴുതിയാലും അതില്ലാതെ നിങ്ങൾക്കൊരു ഫോർമേഷൻ. പക്ഷെ അതിനെയൊക്കെ വളരെ സൂക്ഷ്മമായി നോക്കുകയും അതിനെ അതിജീവിക്കുകയും അല്ലെങ്കിൽ അതിജീവിക്കുകയോ അല്ലെ അതിനെ മറികടക്കുകയും ചെയ്യുന്ന കവികളുണ്ട്, മലയാളത്തിലുണ്ട്. ഓക്കെ, അപ്പം അത്തരത്തിൽ ഇപ്പം ഈ മുറിക്കകത്ത് തന്നെ മനുഷ്യരെക്കാൾ കൂടുതൽ വസ്തുക്കളാണ്. ലൈറ്റ്, ക്യാമറ, കസേര, ബുക്ക്, പേന, പെൻസിൽ. അതിനൊന്നും സബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ടും അതിന് ചിന്താശേഷി ഇല്ലാത്തത് കൊണ്ടും നാം അതിനെ പക്ഷെ കവിതയിൽ ഇതെല്ലാം കയറി വരും. അബോധപരമായി ഈ വസ്തുക്കൾ ഇത് കഥയിലേക്ക് അധികം കടന്നു വരാറില്ല. റൈറ്റ്? അതുകൊണ്ട് മനുഷ്യനാണ് അവിടെ. പക്ഷെ പരീക്ഷണാത്മകമായി എഴുതുമ്പോഴോ പതുക്കെ ഇത് കടന്നു വരും. മേതിൽ രാധാകൃഷ്ണൻ്റെ ഒരു ലാംഗ്വേജ് ഫോം ചെയ്യുന്നതിനകത്ത് കവിതയുടെ ഒരു സ്വാധീനം വരികയോ അല്ലെങ്കിൽ വസ്തുക്കളുടെ സ്വാധീനം, വസ്തുലോകത്തിൻ്റെ, ജന്തുലോകത്തിൻ്റെ സ്വാധീനം കൂടുതലായി കടന്നു വന്നു കഴിഞ്ഞാൽ പിടികിട്ടത്തില്ല. ഞാൻ എൻ്റെ കാമുകിക്കൊപ്പം കടൽ തീരത്ത് പോയി. ഞങ്ങൾ നല്ല കാറ്റുണ്ടായിരുന്നു. ഒരു കപ്പലണ്ടിക്കാരൻ അതുവഴി വന്നു. ഞങ്ങൾ കപ്പലണ്ടി വാങ്ങി കുറിച്ചു. അസ്തമയം കണ്ടു, തിരിച്ചു പോന്നു. ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ കാമുകിക്കൊപ്പം കടൽ തീരത്ത് പോയി. അവൾ കാറ്റായി. തീർന്നു. കഴിഞ്ഞു കഥ. ഇവിടെ അവിടെ ഇത് വായിക്കുന്ന അവള് കാറ്റായി. ഇത് കവിതയിൽ സംഭവിക്കുന്നതാണത്. നമ്മൾ പെട്ടെന്ന് അവളെ പിടിച്ച് കാറ്റാകും, തിരമാലകൾ കപ്പലണ്ടി തോടുകളാണെന്ന് എഴുതും. ഓക്കെ, അല്ല ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞു. അപ്പം ഇത്തരത്തിൽ നമ്മൾ ഈ നേരിൽ കാണുന്ന, അനുഭവിക്കുന്ന, അല്ലാതെയും കവിത എഴുതുന്നവരുണ്ട് കേട്ടോ, തീർച്ചയായും ഉണ്ട്. കവിതയെ വേറെ രീതിയിൽ അതല്ലാതെ എഴുതുന്നവരുണ്ട് വളരെ മനോഹരമായിട്ട്. അത് മാറ്റി നിർത്താം. അല്ല, ഞാൻ പറഞ്ഞതിന് അടിസ്ഥാനപരമായി ഈ ഒരു നോൺ ഹ്യൂമൻ ഡോമിനേഷൻ വരും. നിങ്ങൾ എത്രമാത്രം നോൺ ഹ്യൂമൻ ആകുന്തോറും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ലോകമാണിത്. പരിചയമില്ലാത്ത ലോകമാണ് സത്യം പറഞ്ഞ കവിതയിൽ എപ്പോഴും വരാൻ കാത്തിരിക്കുന്നത്. ഈ നോവലിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു മൂലകമായിട്ട് എനിക്ക് തോന്നിയത് സ്വാതന്ത്ര്യം എന്നുള്ള അന്വേഷണമാണ്. അത് മനസ്സിലൂടെ, ശരീരത്തിലൂടെ, അതിൻ്റെ സാധ്യതകളിലൂടെയൊക്കെ അത് അന്വേഷിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു കിറ്റു വൈദ്യൻ്റെ മേശയിലൂടെയുള്ള അന്വേഷണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കവി അയാളുടെ കവിത വായിക്കുന്നതിലൂടെ പ്രകാശിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഈ സമരം നയിക്കുന്നതിന് വേണ്ടിയിട്ട് രഹസ്യയോഗം കൂടുന്നതിലൂടെ ആയിരിക്കാം. അങ്ങനെ പല നിലകളിൽ സ്വാതന്ത്ര്യം എന്താണെന്ന് അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ ചരിത്രമൊക്കെ തന്നെ ഈ സ്വാതന്ത്ര്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കരുതുന്ന ഒരു പുസ്തകം എന്നുള്ള നിലക്കും കൂടിയാണ് മത്തിയാസിനെ വായിക്കേണ്ടത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ അകത്ത് കാൾ മാർക്സ് കടന്നു വരുന്നത്. ഇപ്പോൾ കാളിൻ്റെ പേരുള്ളൊരു യുവാവ് തന്നെ ഈ നോവലിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്.
എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു കാൾ മാർക്സിന്റെ ഭൂതകാലം ആണോ, അല്ലോ ആ കഥാപാത്രത്തെ രൂപപ്പെടുത്തി എങ്ങനെയാണെന്ന് പറയൂ. ഓക്കെ, ഈ കാൾ മാർക്സിനെ കുറിച്ചാണ് സത്യം. കാൾ മാർക്സിനെ കേന്ദ്രീകരിച്ച് ഒരു നോവൽ എഴുതുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. പക്ഷേ പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊരു 4-5 അധ്യായം, 6-7ഓളം അധ്യായം അതിനെക്കുറിച്ച് എഴുതുകയും അതിനുശേഷം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ട ഗംഭീര ബയോഗ്രഫികൾ, വളരെ വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ബയോഗ്രഫീസ്, ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പും ഒരു മൈക്കിൾ ഹെൻറൈഹ് എഴുതിയ ഏർലി മോഡേൺ ലൈഫ് കാൾ മാർക്സ്, അങ്ങനെ എന്തോ പേരുള്ളത്, അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്. എനിക്കൊന്ന് ആ പേര് കാൾ മാർക്സ് മോഡേൺ ലൈഫ് അങ്ങനെ മറ്റൊരു, അത് 2 വോളിയുള്ള ഗംഭീര, ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല 40ഓളം, എനിക്കൊന്ന് 30-ലധികം ബയോഗ്രഫീസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെ 10-15 നല്ല ബയോഗ്രഫീസാണ്. അതിൽ ഈ പറയുന്ന മൈക്കിൾ ഹെൻറൈഹിൻ്റെ ഞാൻ വായിച്ചതിൽ ഏറ്റവും ഡീപ്പായിട്ടുള്ള, അത് ഈ നോവൽ എഴുതിനെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാൾ മാർക്സിനെ നിങ്ങൾ ഇതിനകത്ത് ഒരു ഭാവനയും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഭാവനാത്മകമായ ഒരു വിവരണത്തിലൂടെയും കാൾ മാർക്സിനെ അവതരിപ്പിച്ചിട്ടില്ല. അന്ന് കാൾ മാർക്സ് ജീവിച്ചത് എങ്ങനെയോ ആ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ഉണ്ടാക്കിയ പ്ലോട്ടുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഓക്കെ, എന്നെ ഞെട്ടിച്ചൊരു കാര്യം, ഈ ഞാൻ ഈ അടിമക്കളി എന്ന് പറയുന്ന ഇങ്ങനെ ഈ ഒരു റാഗിങ് സ്വഭാവമുള്ള യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കാൾ മാർക്സ് പഠിച്ച ഹോസ്റ്റലിൽ ഇങ്ങനെ ചട്ടമ്പിമാരായ വിദ്യാർത്ഥികൾ ഉണ്ട്. അങ്ങനെ ഒരു സന്ദർഭമാണല്ലോ അടിമക്കളിൽ എഴുതുന്നത്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അതിന് ശേഷമാണ് ഞാൻ ഈ മൈക്കിൾ ഹെൻറൈഹിൻ്റെ ഈ ബുക്ക് വായിക്കുന്നത്, ബയോഗ്രഫി വായിക്കുന്നത്. അതിനകത്ത് അതേ പറഞ്ഞത് വളരെ ഡീപ്പായിട്ടുള്ള ബയോഗ്രഫിയാണ്. അദ്ദേഹം അന്നത്തെ ഹോസ്റ്റൽ രജിസ്റ്റർ പരിശോധിക്കുന്നുണ്ട് ബോണ്ട് സർവകലാശാലയിൽ. അപ്പോൾ അവിടുത്തെ കാൾ മാർക്സിൻ്റെ കൂടെ പഠിച്ച ആൾക്കാരുടെ പേര് അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു ഹോസ്റ്റൽ വാർഡൻ ഉണ്ടായിരുന്നു, അയാൾ ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നും അയാളുടെ പേര് സാലമാണ്ടർ എന്നായിരുന്നു എന്നും അദ്ദേഹം എഴുതുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു ഹോസ്റ്റൽ അന്തരീക്ഷം അന്ന് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ നോവൽ അത് ഞാൻ വായിക്കുന്നതിന് മുമ്പ് തന്നെ അത് സത്യത്തിൽ എഴുതി. അപ്പം അങ്ങനെ ഈ പിന്നെ കാൾ മാർക്സിൻ്റെ ഇവിടെ ഒരു വെട്ടുണ്ടായിരുന്നു. അദ്ദേഹം വാൾപ്പയറ്റ്, അന്നത്തെ ഒരു വേറെ തരത്തിൽ ഒരു എന്താ പറയുന്നത്, എല്ലാ വീട്ടിലെയും ഒരുപക്ഷെ ഒരു പ്രഭുക്കന്മാരോ അല്ലെങ്കിൽ കുറച്ച് സ്വത്തും പണമൊക്കെ ഉള്ള ആൾക്കാരുടെ മക്കളെ വാൾപ്പയറ്റിന് വിടുമായിരുന്നു, ഡ്യൂവലിങ്. അപ്പം അതറിയുന്ന ആളായിരുന്നു. ഈ നോവൽ വരുന്നുണ്ട്, അത് വളരെ രസകരമായിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. കാൾ മാർക്സ് വാൾപ്പയറ്റ് നടത്തുന്നത്, കാൾ മാർക്സ് വാൾപ്പയറ്റ് നടത്തുന്നത് നമുക്ക് ഒരിക്കലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അത് വലിയൊരു സാധ്യത, അദ്ദേഹം ചെയ്തതിൻ്റെ തെളിവുകളുണ്ട്, അവിടെ പോയതിൻ്റെ ഒക്കെ രജിസ്റ്റർ ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ചെറിയ ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഒരു ചെറിയ വഴക്കുണ്ടാക്കി സ്റ്റേഷനിൽ പോകേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ബോണ്ട് നഗരത്തിലെ രജിസ്റ്ററിൽ ഇപ്പോഴും അദ്ദേഹം അത് പോയതിൻ്റെ തെളിവുണ്ട് എന്നൊക്കെ ബയോഗ്രഫേഴ്സ് പറയുന്നുണ്ട്. അപ്പം ഈ അർത്ഥത്തിൽ, പക്ഷേ ഈ കാൾ മാർക്സിൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു നോവലിനേക്കാൾ സാഹസികമായ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണത്. അദ്ദേഹത്തിൻ്റെ 2 ഘട്ടങ്ങളുണ്ട്. ഒരു യുവ മാർക്സും ഉണ്ട്, ഒരു മുതിർന്ന മാർക്സും ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയിച്ചിട്ടുള്ളത് ഒരു മുതിർന്ന മാർക്സിനെയാണ്. ഒരുപക്ഷെ ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ഒക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഹെഗൽ വായിച്ച് വേറൊരു തരത്തിൽ ലോകത്തിൻ്റെ എന്താ പറയുന്നത് അസമത്വത്തിനെ നീക്കുന്നതിന് വേണ്ടി അത് സ്വപ്നം കണ്ട് അതിനു വേണ്ടി ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ച ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ കാണുന്നത്. പക്ഷെ അതിന് തൊട്ട് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോർമേറ്റീവ് പീരീഡ് ഉണ്ട്, ഈ പറയുന്ന സ്കൂൾ മുതൽ. അതാണ് സത്യത്തിൽ ഈ നോവലിൽ, അതായത് ഒരു 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 സ്കോളർലി മാർക്സിന് മുമ്പുള്ള ഫോർമേറ്റീവ് പീരീഡ് എങ്ങനെയാണ്, അദ്ദേഹം ജീവിച്ച ആ കാലഘട്ടത്തിൽ ശരീരത്തിൻ്റെ വളരെ ദുരൂഹമായ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ അത് ശരീരശാസ്ത്രത്തിലൂടെ അനാട്ടമിയിലൂടെ എങ്ങനെയാണ് ശരീരത്തിൻ്റെ രഹസ്യം, വേറൊരുത്തൻ കാൾ മാർക്സിൻ്റെ കുടുംബത്തിലെ തോട്ടം തൊഴിലാളി ആയ മത്തിയാസ് എങ്ങനെയാണ് ശരീരം അന്വേഷിച്ചു പോകുന്നത് എന്നുള്ള വിചിത്രമായ ഒരു ഒരാൾ മനസ്സന്വേഷിച്ചു പോകുമ്പോൾ ഒരാൾ ശരീരം അന്വേഷിച്ചു. ഈ മാർക്സിനെ കഥാപാത്രമാക്കിക്കൊണ്ടൊരു നോവൽ എന്നുള്ള പദ്ധതിയിൽ നിന്ന് പിന്നെ മാർക്സ് സമാന്തരമായി കടന്നു വരുന്ന ഒരു നോവലായിട്ടും ഈ മാർക്സിന്റെ അച്ഛന്റെ തോട്ടത്തിലെ തോട്ടം തൊഴിലാളി കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഒരു നോവലായിട്ടും മത്തിയാസ് മാറി പറഞ്ഞ അങ്ങനെയാണ്.
അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ടൊരു ബുക്കിന്, നേരത്തെ ഞാൻ ഇവിടെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ട്, ഈ ബുക്കിൽ ഈ അനാട്ടമിയെക്കുറിച്ചും ഗ്രേവ് ഡിഗേഴ്സിനെ കുറിച്ചും ഒരു നോട്ട് ബുക്കിൽ ഇങ്ങനെ എഴുതി വരുന്ന ഘട്ടത്തിലാണ് ഞാൻ ഈ കാൾ മാർക്സിൻ്റെ ബയോഗ്രഫികൾ വായിച്ചത്. ഒരു പക്ഷേ 2016 ഈ JNU പോകുന്നതിന് മുമ്പ് മാർക്സിൻ്റെ ഒരു കാര്യങ്ങളും വായിക്കാത്ത ഒരു മനുഷ്യൻ കൂടിയാണ് ഞാൻ. ഒരുപക്ഷെ മാർക്സ് എന്ന് പറയുന്ന വ്യക്തിയെ കൂടുതൽ അറിയാൻ എന്നെ പ്രേരിപ്പിച്ചത് JNU ആണ്. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമരങ്ങളുടെയും പ്രതിരോധങ്ങളുടെയും ഒരു സ്വഭാവത്തിലല്ല JNUവിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ. പലതരത്തിലുള്ള ലെഫ്റ്റ് ഫ്രാക്ഷൻസ് ഉള്ള പല വിദ്യാർത്ഥി സംഘടനകൾ വളരെ ആക്റ്റീവായി പൗരബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് JNU. അതെന്നെ വല്ലാതെ അമ്പരപ്പിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇത്രമാത്രം തീവ്രമായി ഞാൻ വിചാരിച്ചു ഇവരിത് ശരിക്കും, കാരണം നമ്മൾ നാട്ടിൽ ഇങ്ങനെ ഈ ബസ് തടയുക അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനയായിട്ട് അടിയൊക്കെ നടക്കുമ്പോഴാണ് കൂടുതൽ സമരങ്ങൾ ഉണ്ടാകുന്നത്. JNUവിൽ ഞാൻ വൈകുന്നേരം നമ്മൾ ഒരു 5-8 ഹോസ്റ്റലുകളുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ പർച്ച വരും, ഇന്ന് വൈകുന്നേരം ഒരു ദളിതൻ ആക്രമിക്കപ്പെട്ടു. അത് വൈകുന്നേരത്തെ ഒരു വിഷയമാണ്. അത് ഒരു പർച്ചയായിട്ട് അത് എല്ലാ രാഷ്ട്രീയ സംഘടനകളും, അത് അംബേദ്കറൈറ്റ് സംഘടനയായാലും മാർക്സിസ്റ്റ് ഐഡിയോളജിയുള്ള സംഘടനകളായാലും ഇവരുടെ വ്യത്യസ്തങ്ങളായ നോട്ടീസുകൾ വരികയും വൈകുന്നേരം ഒരു ജാഥയും കാണും. ഇതെല്ലാ ദിവസവും നടക്കുന്ന പരിപാടിയാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ ബോധം എങ്ങനെയാണ് ഈ ഒരു മനുഷ്യനിൽ നിന്ന് പൊതുവെ രൂപപ്പെടുന്നത് എന്നുള്ളൊരു അന്വേഷണം ആരംഭിക്കുന്ന അവിടെയാണ്. അത് ഈ നോട്ട് ബുക്കിൽ, ഈ ശരീരത്തെക്കുറിച്ച് എഴുതിയ നോട്ട് ബുക്കിൽ ഞാൻ ഈ മാർക്സിൻ്റെ ബയോഗ്രഫിയിലെ നോട്ടുകളും ഇങ്ങനെ എഴുതി വന്ന് ഇത് കൂട്ടിമുട്ടുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ശരീരവും പിന്നെ കാൾ മാർക്സും വരുന്നത്. അങ്ങനെ അതിനൊരു സാധ്യത. അപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്, ഈ ശരീരം എന്ന് പറയുന്നത് ഒരിക്കലും മാർക്സിയൻ ഡിസ്കോഴ്സിൽ നമുക്ക് കാണാനേ കിട്ടുന്നില്ല. അതൊരു കാറ്റഗറി അല്ല. അദ്ദേഹത്തിൻ്റെ ഫ്രെയിം വർക്ക്, ശരീരം എന്നൊരു കാറ്റഗറി ഇല്ല ബേസിക്കലി. പക്ഷെ എങ്ങനെയാണ് ഈ മാർക്സ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിന് സമാന്തരമായി ശരീരത്തെ തേടി പോകുന്ന ഒരു മനുഷ്യനെ അവതരിപ്പിക്കുക എന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് സത്യത്തിൽ ഈ മത്തിയാസ് എന്ന് പറയുന്ന ഇതുണ്ടാവുന്നത്. അപ്പോൾ ശരീരമാണോ തേടുന്നത്, മനസ്സിൻ്റെ ചരിത്രമാണോ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചരിത്രമാണോ, സമരത്തെ എങ്ങനെ ശരീരം കൊണ്ട് നേരിടാൻ പറ്റുമോ, സമരത്തെ ഒരു മനസ്സിൻ്റെ കൂട്ടം കൊണ്ട് നേരിടാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യം ഒക്കെ ഒരുപക്ഷെ ഈ ഒരു കോമ്പിനേഷൻ. എന്നാൽ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നേ ഇല്ല. വേറൊരു തരത്തിൽ രാഷ്ട്രീയമായി ഈ മത്തിയാസിനെ സംബന്ധിച്ച് അദ്ദേഹം വേറൊരു തരത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടീവ് വേറെയാണ് സത്യത്തിൽ. അയാൾക്ക് വേറൊരു തരം ജീവിത സ്വപ്നമാണുള്ളത്. ഒരുപക്ഷെ മാർക്സിനെ പോലെ ഒരു രാഷ്ട്രീയ വ്യക്തി അല്ല മത്തിയാസ് എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ആ സമയത്ത് അവിടെ ജനിച്ച മനുഷ്യർക്കൊക്കെ തന്നെ വേറൊരു രാഷ്ട്രീയ ആഭിമുഖ്യം പ്രകടമാവുന്നുണ്ട് കഥാപാത്രങ്ങളിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അത് രൂപപ്പെട്ടു വന്നത്. അപ്പം നമ്മൾ ശരീരത്തെക്കുറിച്ചും നോവലിലും കവിതയിലും അത് ആവിഷ്കരിക്കപ്പെടുന്ന രീതിയെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ വിഷ്ണുപ്രസാദായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് പെർഫോമൻസിനെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ സൂചിപ്പിക്കേണ്ടത് നേരത്തെ ഇപ്പോൾ കവിത തന്നെ ഒരു പെർഫോമൻസ് രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന അപൂർവം കവികളെ നമ്മുടെ ഭാഷയിലുള്ളൂ. പക്ഷേ നോവൽ എഴുതി കഴിഞ്ഞപ്പോൾ അതിനെയും ഒരു പെർഫോമൻസ് ആക്കി മാറ്റുന്നതാണ് ആദ്യം ഞാൻ കണ്ടത്. ഈ കഴിഞ്ഞ KLF-ൽ മത്തിയാസിനെ പ്രമേയമാക്കിക്കൊണ്ട് ഒരു പെർഫോമൻസ് നടത്തേണ്ടായി. ആ പെർഫോമൻസിനെ കുറിച്ച് ഇവിടെ പറയും. അതെ, അത് എൻ്റെ ഒരു തീരുമാനമല്ലായിരുന്നു. കാരണം ഈ KLF-ന്ന് വിളിച്ചത് പറഞ്ഞു, നിങ്ങൾ പെർഫോമൻസ് ആർട്ടിസ്റ്റ് ആണല്ലോ, നിങ്ങളൊരു പെർഫോമൻസ് ചെയ്തുകൂടെ എന്നാണ്. കാരണം നമ്മൾ ഈ പറയുന്ന ഈ ഫോമൽ സെഷൻസ് കണ്ട് മനുഷ്യർ മടുത്തു, നിങ്ങളുടെ പെർഫോമൻസ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇത് കവിതയാണല്ലോ ഇതൊരു ചെയ്തിട്ടുണ്ട്, ഇത് നോവൽ ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. എന്നാൽ വേറെ തരത്തിൽ നാടകമായി മാറുകയും ചെയ്യരുത് എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം ആ അർത്ഥത്തിൽ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഈ എഴുത്തുകാരൻ, പിന്നെ വേറൊരു കാര്യം, ഇതൊരു ഗാലറി സ്പേസിലോ അല്ലെങ്കിൽ വേറൊരു മ്യൂസിയം അല്ലെങ്കിൽ അങ്ങനെ ഒരു വൈറ്റ് ക്യൂബ് സ്പേസിൽ നടക്കുന്ന പെർഫോമൻസ് അല്ല, ഒരു ഇന്റിമേറ്റ് സ്പേസിൽ നടക്കുന്ന പെർഫോമൻസ് അല്ല. ഇത് വലിയ ആൾക്കൂട്ടം കടൽ തീരത്ത് വന്ന് കൂടിയിരിക്കുകയാണ്. അവർക്ക് നാടകം കണ്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിചയമാണുള്ളത്. ഇപ്പോൾ ഗാനമേള, മിമിക്സ് പരേഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ കൂട്ടത്തിന് മുന്നിൽ നമ്മളൊരു അവതരണം ചെയ്യുമ്പോൾ വേറൊരു അർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ ഇപ്പം ഈ ചില എക്സ്പെരിമെൻ്റൽ പെർഫോമൻസ് കടൽ തീരത്ത് ഞാൻ ചെയ്യുന്നത് കണ്ടിരുന്നു.
അത് സത്യത്തിൽ അത് സെറ്റ് ചെയ്യേണ്ട ഇടം വേറെയാണ് ബേസിക്കലി. അതിനൊരു ഒരു വൈറ്റ് ക്യൂബ് ഇൻറ്റിമേറ്റ് സ്പേസ് വേണം. അപ്പോൾ ചോദിക്കും ഇത് ഓക്കെ, അത്തരത്തിൽ നമ്മൾ ഒരു പെർഫോമൻസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്വഭാവം നമ്മൾ വേറൊരു രീതിയിൽ മാറ്റേണ്ടതുണ്ട് എന്നാണ് എനിക്ക്. അപ്പം അങ്ങനെയാണ് ഞാൻ ആലോചിച്ചത്, എന്തുകൊണ്ട് ഈ എഴുത്തുകാരൻ ഈ കഥാപാത്രത്തോട് സംസാരിക്കുന്ന ഒരു 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 ആശയം എങ്ങനെ ഡെവലപ്പ് ചെയ്തുകൂടാ. അങ്ങനെ നമ്മളൊരു വീഡിയോ ആർട്ടിസ്റ്റ്, ഒരു കോസ്റ്റ്യൂം ആർട്ടിസ്റ്റ് ഒക്കെ ഇതിനകത്ത് വരികയും അവരുടെ സഹായത്തോടു കൂടി ഈ ഒരു ഈ നോവലിൻ്റെ വഴിയിൽ ധാരാളം സുഹൃത്തുക്കളുടെ സഹായമുണ്ട്. ഞാൻ ഈ നോവല് അതും കൂടെ പറയാതെ എനിക്ക് തോന്നുന്നു ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഈ നോവല് എഴുതി പൂർത്തിയാക്കുക, നമ്മൾ ഈ കവി എന്നുള്ള ഒരു അസ്തിത്വം ഉള്ളവർക്ക് അഹങ്കാരമുണ്ട്. നമ്മുടെ കവിത ഒരിക്കലും ആരെ കൊണ്ട് എഡിറ്റ് ചെയ്യിക്കത്തില്ല. പക്ഷേ ഈ നമ്മൾ ഈ വർക്ക് ഓഫ് ഫിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു മറ്റൊരാൾ ഇത് വായിച്ചു നോക്കി ഇത് തിരുത്തേണ്ടതുണ്ട്. കാരണം തീർച്ചയായും കവിതയും ചെയ്യേണ്ടതാണ്. ഞാൻ പിന്നെ അത് ഒരു വിഷമമാവുന്ന രീതി ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ രണ്ടാമത്തെ കവിതാ സമ്മാനം വളരെ മനോവിഷമത്തോടെ എഡിറ്റ് ചെയ്യാനൊക്കെ കൊടുത്തു. അത് നന്നായി അതുകൊണ്ട് തന്നെ. അപ്പം എന്തായാലും ഈ നോവൽ അങ്ങനെ ധാരാളം സുഹൃത്തുക്കളിലൂടെ അവരുടെ എഡിറ്റ് ചെയ്യാൻ സഹായിച്ചവരുണ്ട്, ഇത് വായിച്ചു നോക്കി. അപ്പം ഈ പെർഫോമൻസിലും അങ്ങനെ രതീഷ് രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ആർട്ടിസ്റ്റ് വന്നിട്ട് അതിന് വീഡിയോ ചെയ്തു തന്നു. അതുപോലെ ഷർമിള എന്ന് പറയുന്ന ഒരു ഫാഷൻ ആർട്ടിസ്റ്റ്, അവരാണ് അതിനുള്ള കോസ്റ്റ്യൂം ചെയ്തു തന്നത്. അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ അത് വേറെ തരത്തിൽ ആൾക്കാർക്ക് അത് ഇഷ്ടമാവുകയും ആ ഒരു അന്നത്തെ കാലത്തെ ഈ ഒരു കഥാസംഗ്രഹം ഉണ്ടല്ലോ, അത് ഈ മത്യാസിന്റെ വേഷത്തിൽ കോസ്റ്റ്യൂമിൽ നിന്നുകൊണ്ട് എനിക്കത് ഒരു സ്റ്റോറി ടെല്ലിങ് പോലെ, ഈ കഥ പറയുന്ന പാരമ്പര്യം എല്ലാ പാരമ്പര്യങ്ങളിലും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലും എല്ലായിടത്തും ഉണ്ട്. അപ്പം ആ കഥ പറയുന്ന ഒരു എന്നാൽ പുറകിൽ വീഡിയോയും ഉണ്ട്. അപ്പം ആ വീഡിയോയുടെ സഹായത്തോടു കൂടി എങ്ങനെ ഒരു എനിക്കൊന്ന് 20 മിനിറ്റേ ഉള്ള പെർഫോമൻസ് അങ്ങനെ കഥ പറയുകയാണ്, മത്യാസിന്റെ കഥ പറയുന്നതായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ എഴുതിയ ഒരു ടെക്സ്റ്റ്, അത് കവിതയാവട്ടെ നോവലാവട്ടെ, അത് പെർഫോമൻസ് എന്നുള്ള രീതിയിലേക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് എഴുത്തുകാരനെ അല്ലെങ്കിൽ ഒരു ശരീരത്തെ അതിൻ്റെ മുന്നിൽ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ അതിൻ്റെ മാനങ്ങൾക്കുണ്ടാവുന്ന ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഒരാളൊരു ടെക്സ്റ്റ് വായിക്കുന്നതും ഒരു പെർഫോമൻസ് കാണുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം അതാണ്. ഒരു പെർഫോമൻസ് എവിടെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. പക്ഷേ പോയിട്രി ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ആളുകൾ വളരെ സൂക്ഷ്മമായിട്ട് വായിക്കേണ്ടുന്ന, മനനം ചെയ്യേണ്ടുന്ന ഒരു കലാരൂപം ആണല്ലോ കവിത. അതിനെ അവതരണ കലയാക്കി മാറ്റുമ്പോഴുള്ള ഒരു ശ്രദ്ധ എന്തൊക്കെയാണ്? ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നത് ഏതൊക്കെ പ്രിൻസിപ്പിളുകളിലൂടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ്? എൻ്റെ ഒരു മനസ്സിലാക്കലിൽ എല്ലാ ആൾക്കാരും പെർഫോമേഴ്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരുടെയും കവിതയും എല്ലാവരുടെയും ശബ്ദവും ഡിക്ഷനും യുണീക്ക് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇതിപ്പം എല്ലാവരും മധുസൂദനരെ പോലെ ചൊല്ലുമ്പോഴാണ് അവതരണ കവിത പരാജയപ്പെടുന്നത്. എല്ലാവരെയും മധുസൂദനരെ പോലെ എഴുതാൻ ശ്രമിക്കുമ്പോഴാണ് ആ ഒരു ട്രഡീഷണലുള്ള കവിത. എന്നാൽ ഇത് ഡി വിനയേന്ദ്രയിൽ എത്തുമ്പം വേറൊരു രീതിയിൽ ആ ചൊൽവഴക്കം വ്യത്യാസപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അയാളുടെ ശബ്ദം മാത്രം ഉപയോഗിക്കുന്നത്, അയാൾ അനുകരിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അത് വേറൊരാളെ അനുകരിക്കുകയല്ല. ഇപ്പം ഉദാഹരണത്തിന് വിക്കുള്ള ഒരാൾ, നമ്മൾ വൈകല്യത്തെ വേറെ തരം ഒരു ദോഷമോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിനെ ഒരു വേറെ തരത്തിൽ ശരിയല്ലാത്ത അല്ലെങ്കിൽ ഒരുപക്ഷെ ചൊല്ലാൻ പറ്റാത്ത ഒരു തടസ്സമായി നമ്മൾ വൈകല്യത്തെ വിക്കിനെ കാണാറുണ്ട്. ഇന്ന് വിക്കൊരു സാധ്യതയാണ്. വിക്കോടുകൂടി നിങ്ങൾക്ക് പുതിയൊരു പെർഫോമൻസ് സാധ്യമാണ്. നിങ്ങൾ വിക്കുള്ള ആളാണ് എങ്കിൽ ആ വിക്കിനെ പരിശീലിക്കേണ്ടിയിരിക്കുന്നു. ആ വിക്കിനെ പരിശീലിച്ചുകൊണ്ട് നിങ്ങൾക്ക് പെർഫോമൻസിൽ സാധ്യത ഉണ്ടാകും. നിങ്ങൾക്ക് ഗംഭീര്യമുള്ള ഒരു ശബ്ദം, വലിയ അഭിനയശേഷി, അതുമായിട്ടൊന്നും അവതരണത്തിന് ബന്ധമില്ല. നിങ്ങൾ പിറുപിറുക്കുന്ന ഒരാളാണ്, സാധ്യത കൂടുകയാണ്. പക്ഷെ ഇതെവിടെ നിങ്ങൾ സ്റ്റേജ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പിറുപിറുക്കുന്ന രീതിയിലാണ് കവിത ചൊല്ലുന്നത്, വലിയ സാധ്യതയാണ്. കാരണം നിങ്ങൾ മാത്രമാണ് പിറുപിറുക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഒരു മെഴുകുതിരിയും കത്തിച്ച് വെച്ച് നിങ്ങൾ പിറുപിറുക്കുന്ന പോലെ കവിത വായിച്ചാൽ അതൊരു സാധ്യതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം പെർഫോമൻസ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ എല്ലാവർക്കും യുണീക്കായിട്ടുള്ള ശബ്ദവും കവിതയും ഉണ്ടെങ്കിൽ ഓരോരുത്തരും പെർഫോമൻസ് ചെയ്യാൻ സാധ്യതയുള്ളവരാണ്. അത് പക്ഷെ ഇതിന് പരിശീലനം ആവശ്യമാണ്. ദിവസം രാവിലെ നമ്മളിങ്ങനെ കൈയെടുത്ത് പൊക്കുന്നു, അല്ലേ?
ദിവസം രാവിലെ 12 മണിക്ക് ഞാനിങ്ങനെ കൈ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 100ാമത്തെ ദിവസം ഞാൻ ഈ കൈ പൊക്കുന്നത് ചിലപ്പം നൃത്തമായി മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ അത് വിക്കാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തവസ്ഥയാണെങ്കിലോ അത് പരിശീലനം ചെയ്യേണ്ടതുണ്ട്. ആ പരിശീലനത്തിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. പലപ്പോഴും നമ്മൾ ഈ പെർഫോമൻസ് സ്റ്റഡീസിൽ പറയും ജീവിതം മുഴുക്ക പെർഫോമൻസ് ആണ്. പക്ഷേ നിങ്ങൾ അപ്പം ഒരു തിയറിസ്റ്റ് ചോദിച്ചാണ്, അപ്പം ഞാനൊരു ഫാമിൽ പോയി അവിടെ പശുവിനെ കിട്ടിയിരിക്കുന്നു, അത് പെർഫോമൻസ് ആണോ? പറഞ്ഞു അവിടെ ടിക്കറ്റ് വെച്ചാൽ അതും പെർഫോമൻസ് ആവും. മനസ്സിലായി? അപ്പം നമ്മൾ ഒരു സജഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് അതിനകത്ത് വേറൊരു തരത്തിൽ. നമ്മളൊരു പ്രത്യേക മൊമെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ പറയുന്നു ഇത് പെർഫോമൻസ് ആണ് എന്ന് പറയുന്നതിലൂടെയാണ് അവിടെ ആ ഒരു പെർഫോമൻസിൻ്റെ ഒരു സാധ്യത തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ട് എല്ലാ കവിത എഴുതുന്നവർക്കും അവരെല്ലാം യുണീക്ക് ആയതുകൊണ്ട് ഇപ്പൊ ഈ പെർഫോമൻസ് ആർട്ട് എന്ന് പറയുന്ന ഒരു വിഷ്വൽ ആർട്ടിന് നമ്മൾ ഒരു പ്രാക്ടീസ്, അതെന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഇങ്ങനെ വെറുതെ ഇരിക്കുക, ഇതൊക്കെ എടുത്ത് വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇത് അൾട്ടിമേറ്റ്ലി ചെയ്യുന്നതെന്നൊരു ചോദ്യം ഈ പെർഫോമൻസ് ആർട്ട് എന്ന് പറയുന്ന രൂപം തന്നെ ഇന്ത്യയിൽ ആകമാനം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. വെറുതെ ഓരോന്നൊക്കെ ചെയ്യുക, വെറുതെ ഇങ്ങനെ ഇരിക്കുക, വിവസ്ത്രരായിട്ടിരിക്കുക, എന്തിനാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. ഓക്കെ, ഇപ്പൊ മറീന അബ്രാമോവിച്ചിനെ പോലെ ഒരു പെർഫോമൻസ് ആർട്ടിസ്റ്റ് അങ്ങനെ ഇരിക്കുന്നതിന് പിന്നിൽ വേറൊരു വലിയ യാത്ര കൂടിയുണ്ട്. അവരങ്ങനെ ഇരിക്കുന്നതിന് പിന്നിൽ അവർ വിവസ്ത്രരായിരിക്കുന്നു, അവരവരുടെ ശരീരത്തെ വേറൊരു തരം പ്രഹരിക്കാനുള്ള ഒരു ഉപകരണമായി നമുക്ക് മുന്നിൽ പ്രതിഷ്ഠിക്കുന്നു. ആർട്ടിസ്റ്റ് ഈസ് പ്രസന്റ് എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ കലാവസ്തുവാകുന്നു. നിങ്ങൾക്ക് ഒന്ന് വേണേൽ കാണാം. അപ്പം ഇതിനകത്ത് വേറെ തരം കോൺസെപ്ച്വലി, ഫിലോസഫിക്കലി, പൊളിറ്റിക്കലി ആയിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. അതിലൂടെയാണ് സംഭവിക്കുക എന്ന് പറഞ്ഞതുപോലെ. ഇതിപ്പോൾ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ആളാവാൻ വേണ്ടിയാണോ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ശ്രദ്ധയൊക്കെ കിട്ടുമല്ലോ അല്ലേ? അപ്പം ഇത് സത്യത്തിൽ നമ്മൾ ഈ ഉപകരണം എടുത്ത് വേണേൽ കൊട്ടി ശബ്ദം ഉണ്ടാക്കി കവിതയൊക്കെ എൻ്റെ ലക്ഷ്യം സത്യത്തിൽ അതല്ല. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഭാഷ പോരാൻ തോന്നുന്നതുകൊണ്ടാണ്. ഭാഷ മതിയാവുന്നില്ല. പിന്നെ അത് മാത്രമല്ല, എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അച്ഛനൊക്കെ കവിത ചൊല്ലിയുന്ന ആളായിരുന്നു. കവിത ചൊല്ലി ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനും കൂടി ആയിരുന്നു അദ്ദേഹം നാടക പ്രവർത്തകനായിരുന്നു, കവിത. അപ്പം അച്ഛൻ്റെ ഡോക്ടർ MN രഘുനാഥ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു സ്വാധീനം ഉണ്ട്. ഒരുപക്ഷെ ഈ നോവലൊക്കെ എഴുതാനൊക്കെ അച്ഛൻ്റെ ഒരു വലിയ പങ്കാളിത്തമുണ്ട്, സൗഹൃദമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഈ ടെക്സ്റ്റിൽ ആവിഷ്കാരം പൂർണ്ണമാകുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ആ മനോഭാവത്തെ ഒന്ന് വിശദീകരിക്കും. അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ അസംതൃപ്തിയാണല്ലോ ഈ നമ്മള് അപ്പം നമ്മൾ അസംതൃപ്തിക്ക് വേണ്ടി ഒരു കാരണം കണ്ടെത്താൻ നടക്കുന്ന ജീവികളാണ് കവികൾ എന്ന് പറയുന്നത് അല്ലെ. ഒന്ന് വേണമെങ്കിൽ എൻ്റെ കവിത ഇന്ന മാഗസിനിൽ വന്നില്ല, ഒരു അസംതൃപ്തിയാവാം. ഞാൻ ഈ അസംതൃപ്തി തിരഞ്ഞെടുത്തു എന്ന് മാത്രം. എനിക്ക് കവിതയിൽ പരിമിതി എങ്ങനെയാണ്? ശരി, ഓക്കെ, ഫൈൻ. അല്ല, എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ എനിക്ക് ലഭ്യമാകുന്നു കടൽ തീരത്തെക്കുറിച്ച്, കടൽ തീരം വിഷയമാകുന്ന അവിടെ ഒരു കാര്യം സെറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് സത്യത്തിൽ കടൽ എന്നുള്ള വാക്കേ ഉള്ളൂ, അവിടെ മണൽ എന്നുള്ള വാക്കേ ഉള്ളൂ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. അത് പിന്നെയും ആവർത്തിക്കുകയാണ് കടൽ, പിന്നെയും ആവർത്തിക്കുകയാണ് മണൽ, പിന്നെയും ആവർത്തിക്കുകയാണ് കാറ്റ്. ഞാൻ എന്ത് ചെയ്യും? വേറെ ഏത് വാക്കിൽ ഞാൻ അഭയം കണ്ടെത്തും? പിന്നെ ഞാൻ ഈ പുതിയ ഫോർമേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഈ വാക്കിനെ തിരിച്ചിടുകയോ, പര്യായമൊക്കെ ഉപയോഗിക്കുന്നത് അനിലൻ എന്നൊക്കെ എഴുതാൻ പറ്റും. അത് നമ്മുടെ നാട്ടിലൊരു ചേട്ടൻ്റെ പേരാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വേറെ വാക്കുകളിൽ അഭയം തേടിക്കൊണ്ടൊക്കെ വേണമെങ്കിലൊക്കെ ചെയ്യാം. അപ്പോൾ ചില ആൾക്കാരെ വ്യത്യസ്തതയ്ക്ക് വേണ്ടി പര്യായം കയറ്റുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കടലിനെ കടലായി തന്നെ ഉപയോഗിച്ചുകൊണ്ട്, അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു അസംതൃപ്തി എല്ലാ കവികൾക്കും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കവിതയെ വേറൊരു അർത്ഥത്തിൽ കാണുന്ന ഒരാളിൽ നമുക്കിത് പോരാന്ന്, ദിസ് ഈസ് നോട്ട്, ലാംഗ്വേജ് ഈസ് നോട്ട് എനഫ് എന്ന് തോന്നാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അനുഭവത്തെ ആവിഷ്കരിക്കാൻ ഇത് ഭാഷ മതിയാവുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ അടിസ്ഥാന അത് വാക്കുകളിലുള്ള പരിമിതി കൊണ്ട് മാത്രം ഒരിക്കലും അല്ല. വാക്കിന്റെ ആവും, ആശയത്തിന്റെ ഇത് പരിചരിക്കുന്നതിലുള്ള നമ്മുടെ
ത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആവും. ചെയ്യാൻ പറ്റാത്തതാണല്ലോ കവിത. എപ്പോഴും ആ ചെയ്യാൻ ശ്രമിക്കലാണല്ലോ കവിത. ഭാഷയിൽ ചെയ്യാൻ ശ്രമിക്കലാണ് കവിത. ഇത് പൂർത്തിയാവുന്നില്ല അല്ലെ? അപ്പം അറിയാമല്ലോ കവിതയിലേക്കുള്ള ഒരു വഴി മാത്രമാണ് നമ്മൾ എഴുതുന്ന കവിത എന്നൊക്കെ പറയുന്നത് പോലെ. തീർച്ചയായിട്ടും അത് ഹൈഡഗർ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയാൻ നിങ്ങൾ എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നതുപോലെയാണത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പം ഞാൻ അങ്ങോട്ടൊരു ബോൾ എറിഞ്ഞു കൊടുത്തു, അവൾ ഇങ്ങോട്ടും. കുറെ കഴിഞ്ഞ് ബോൾ ഇല്ലാതെ ഞങ്ങൾ എറിയുകയും പിടിക്കുകയും ചെയ്തു. പിന്നെയും കുറെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ബോൾ മാത്രം. ഇത് നമുക്ക് പല രീതിയിൽ ചൊല്ലാം ഈ കവിത. അപ്പൊ ഞാനിത് ഇങ്ങനെ ചൊല്ലുമ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു ബോൾ തന്നെ ഞാൻ ഒരു പെർഫോമൻസിൽ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയും അത് പിന്നെ ബോൾ എറിഞ്ഞ് പിടിക്കലായി ഇത് മാറുന്നുണ്ട് ആ കവിത. അപ്പം ഇതിലൂടെ ഇത് എൻഗേജ് ചെയ്യിക്കുന്ന ഒരു പാർട്ടിസിപ്പേറ്ററി ആക്ട് കൂടിയാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ പലപ്പോഴും എൻ്റെ പെർഫോമൻസ് ഒരു പാർട്ടിസിപ്പേറ്ററി ആക്ട്. ഞാൻ എൻ്റെ പോയട്രി പെർഫോമൻസ് എന്ന് പറയുന്നത് അതിനകത്ത് ഞാൻ കവിത മാത്രമല്ല ചൊല്ലുന്നത്. എന്താണ് കവിത എന്ന് നാട്ടുകാരോട് തെരുവിലിറങ്ങി ചോദിച്ചതിൻ്റെ വീഡിയോ പ്രദർശിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഞാൻ ഡൽഹിയിൽ വെച്ചിട്ട് തെരുവിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. വാട്ട് ഈസ് പോയട്രി എന്നല്ല അതിൻ്റെ പേര്. എൻക്വയറി. ഓക്കെ, ഇൻക്വയറി എന്ന് പറയുന്ന ഒരു വർക്ക്. അപ്പം ഈ വർക്കിൽ എന്താ ചോദിക്കുന്നത് പറഞ്ഞാൽ കവിത ക്യായ ഭയ്യ. തെരുവിൽ കഴുതയെ കൊണ്ട് ഇഷ്ടിക ചുമപ്പിക്കുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുന്നു എന്താണ് കവിത എന്ന്. അപ്പം അയാൾ എന്തൊക്കെയോ പറയുകയാണ്. അയാൾ ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും, ചിലപ്പോൾ അയാൾക്ക് കവിത അറിയാവുന്ന വ്യക്തിയാവുന്നത്. അതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. നമ്മൾ ചോദിക്കുന്നു എന്താണ് കവിത. അപ്പം അയാൾ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പറയും. അവസാനം പറയും ഈ കഴുതയോടും ചോദിക്കാൻ. അപ്പം നമ്മൾ ക്യാമറയും ഈ മൈക്കുമായിട്ട് പോയിട്ട് കഴുതയോട് ചോദിക്കുകയാണ്. കഴുതയാണെങ്കിൽ ഇഷ്ടികയുമായി നിൽക്കുകയും. ഈ രംഗത്തിനൊടുവിൽ ഒരു പോലീസ് ജീപ്പ് അവിടേക്ക് വന്ന് നിൽക്കുന്നു. അന്നാണെങ്കിൽ ഈ JNUവിലെ പ്രശ്നങ്ങളും കലാപങ്ങളും. അപ്പം എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുണ്ട് യാരോപ്പം. അപ്പം അവൻ മൈക്ക് പിടിച്ചിട്ടുണ്ട്, അവൻ ക്യാമറ പിടിച്ചിട്ടുണ്ട്. ഞാൻ മൈക്ക് പിടിച്ച് ഇവരോട് ചോദിക്കുകയാണ് കവിത. അപ്പോൾ ഈ പോലീസുകാർ വന്ന് നിൽക്കുമ്പോൾ പോലീസുകാർ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ, എന്താണ് നിങ്ങൾ മൈക്കുമായിട്ട് എന്താണ് ചെയ്യുന്നത്, ഇതിവിടെ പറ്റില്ല. അപ്പം ഞാൻ അങ്ങേരോട് ചോദിക്കുന്നു കവിത ക്യായ ബോലിയേ കവിത ക്യാ. അപ്പം അയാൾ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിലോട്ട് കൈ കാണിക്കുകയാണ്. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അയാൾ ചോദിക്കുന്നത് കവിത എന്ന വ്യക്തിയാണോ, അവരെ കാണാതായോ എന്ന് ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞു നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ ചൊല്ലി പഠിച്ചിട്ടില്ലേ ദോഹ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഹിന്ദി അറിയില്ല. അപ്പം കബീറിൻ്റെ ദോഹയിലെ. അപ്പം അയാൾ ഇങ്ങനെ സ്റ്റക്ക്. ഞാൻ പറഞ്ഞു ഇതിങ്ങനെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാണ്, എന്താണ് കവിത. ഉടനെ അയാളിങ്ങനെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുകയാണ് തൊപ്പിയൊക്കെ വെച്ചിട്ട്. എന്നിട്ട് അയാൾ അവിടെ നിന്നൊരു പ്രസംഗം നടത്തി കവിതയെക്കുറിച്ച്. എന്തോ പേടെന്നോ ജന്തു. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മനുഷ്യൻ എന്താണ് കവിത എന്ന ചോദ്യത്തെ അയാൾ ചിലപ്പോൾ നേരിടുന്നത്. അയാൾ വളരെ വൈകാരികമായിട്ട് കവിതയെ ആ തെരുവിൽ നിന്ന്. എന്നിട്ട് അയാൾ വളരെ സന്തോഷവാനായി അയാളുടെ കോൺസ്റ്റബിളിൻ്റെ കൂടെ ബുള്ളറ്റ് ഓടിച്ച് ഇയാൾ പോകുന്ന വീഡിയോ ആണുള്ളത്. ഇതാണ് നമ്മൾ കാണിക്കുന്നത്. എന്നിട്ട് ഇത് കാണാൻ വരുന്നവരോട് നമ്മൾ ചോദിക്കും കവിത ക്യാ ഹൈ. മനസ്സിലായി? ഈ രീതിയിലുള്ള പെർഫോമൻസ് ആണ്. അങ്ങനെയാണ് നമ്മൾ ആ പെർഫോമൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇതൊരു അന്വേഷണമാണ് ബേസിക്കലി എന്നെ സംബന്ധിച്ച്. എന്താണ് ഈ സംഭവിക്കുന്നത് കവിതയിലായാലും ജീവിതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും, എന്താണിത്? ആ ചോദ്യം അവസാനിക്കുന്നില്ല. ആ നിരന്തരമായ ചോദ്യം തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ ജീവിതമായാലും കാവ്യ ജീവിതമായാലും എഴുത്ത് ജീവിതമായാലും. ചോദ്യം, അന്വേഷണം. തീർച്ചയായിട്ടും ഈ നോവലും ഇതിനിടയ്ക്ക് എന്താണ് ശരീരമെന്നും എന്താണ് മനസ്സെന്നും എന്താണ് ജീവിതമെന്നും എന്താണ് നീതിയെന്നും എന്താണ് സ്വാതന്ത്ര്യമെന്നും എന്താണ് സമത്വമെന്നും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ നമ്മുടെ സംസാരത്തിലും ആ അന്വേഷണത്തിൻ്റെ ചില ഭാഗങ്ങൾ കടന്നു വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ആ നോവൽ
വായനക്കാർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ അതിൽ അവശേഷിപ്പിച്ചിട്ട് കൂടിയാണ്, അപൂർണമായിക്കൊണ്ട് തന്നെയാണ് ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും. കാരണം വായിച്ച് മാത്രം അറിയേണ്ടുന്ന ചില രഹസ്യങ്ങൾ നോവലിൽ ഞാൻ ബാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിരുന്നാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു അഭിമുഖ സംഭാഷണം ഇത്രയും നേരം ഞാനും വളരെ സന്തുഷ്ടനാണ്. കാരണം ആദിലിനെ പോലുള്ള ഒരു കവി ഈ പുസ്തകം വായിച്ചു, താങ്ക് യു വെരി മച്ച്, എന്നിട്ട് കുറേ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്തൊക്കെയോ റാൻഡംലി ഇങ്ങനെ പേച്ച് എന്ന് വേണേൽ പറയാം, അതുപോലെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. അതിൽ താങ്ക് യു വെരി മച്ച് കേരളീയത്തിനും ആദിലിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.